നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചു എന്ന ഇസ്രയേൽ വാദം ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇസ്രയേലി വ്യോമാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചത്. ലെബനനിൽ പ്രത്യേകിച്ച് ഷിയ അനുയായികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളുതന്നെയാണ് നസ്രുള്ള. യുദ്ധം ചെയ്യാനോ സമാധാനം സ്ഥാപിക്കാനോ രണ്ടിനും ഒരുപോലെ കഴിവുള്ള ഏക വ്യക്തിയായാണ് നസ്രുള്ളയെ കരുതിയിരുന്നത്. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നിൽ നസ്രുള്ളയുടെ മകൾ സൈനബ് കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഹസൻ നസ്രുള്ളയെ വധിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ വാഫിഖ് സഫ. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഭൂഗർഭ വാർ റൂമിൽ നിന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടെ സെപ്റ്റംബർ 27-ന് നസ്രുള്ള മരിച്ചതായാണ് ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സഫ സ്ഥിരീകരിക്കുന്നത്. ആക്രമണത്തിൽ ഒന്നിലധികം കെട്ടിടങ്ങൾ നശിപ്പിച്ചിരുന്നു എന്നും 20 ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു എന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 32 വർഷമായി ബെയ്റൂട്ടിലെ ഭൂമിക്കടിയിലുള്ള സുരക്ഷാ താവളത്തിൽ ഇരുന്നു കൊണ്ടാണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. നസ്രുള്ളയെ ഭൂമിക്കടിയിലെ അവരുടെ താവളത്തിനുള്ളിൽ വെച്ചു തന്നെയാണ് ഇസ്രയേൽ വകവരുത്തിയതും. ഹസൻ നസ്രുള്ളയെ കണ്ടെത്താനായി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഒരാളിനെ നിയോഗിച്ചിരുന്നു എന്നും ഇയാൾ ഹസ്തദാനത്തിലൂടെ നസ്രുള്ളയുടെ ശരീരത്തിൽ രാസവസ്തു കടത്തിവിട്ടു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മൊസാദിന്റെ ഏജന്റ് ഇറാൻ പൗരനായിരിക്കാം എന്നാണ് സംശയമെന്നും സൂചനയുണ്ട്. നസ്രുള്ളയുടെ കയ്യിൽ പുരട്ടിയ രാസവസ്തുവിനെ സെൻസറോ അല്ലെങ്കിൽ വളരെ താണു പറക്കുന്ന ഡ്രോണോ ഉപയോഗിച്ച് മനസ്സിലാക്കി ട്രാക്ക് ചെയ്താണ് നസ്രുള്ളയുടെ ഒളിത്താവളം കണ്ടുപിടിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേൽ ലെബനനിൽ എങ്ങും വളരെ ശക്തി കൂടിയ ക്യാമറകളും സെൻസറുകളും ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നസ്രുള്ളയെ കണ്ടെത്താനും വകവരുത്താനും കഴിഞ്ഞു. ഹിസ്ബുള്ള തലവനെ കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ഭൂമിക്കടിയിലെ രഹസ്യ താവളത്തിൽ ഉണ്ടായെന്ന കാര്യവും ഇറാൻകാരനായ ഇസ്രയേൽക്കാരനാണ് ചാർത്തിക്കൊടുത്തത് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ നസ്രുള്ളയുടെ വിശ്വസ്തനായിരുന്നു എന്നും പറയപ്പെടുന്നു. വൻ പ്രഹരശേഷിയുള്ള ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഹസൻ നസ്രുള്ളയെയും അനുചരന്മാരെയും കൊന്നത്. അമേരിക്കൻ നിർമ്മിതമായ ഇത്തരത്തിലുള്ള 6 ബോംബുകളാണ് ഭൂമിക്കടിയിലുള്ള ഹിസ്ബുള്ള താവളം ആക്രമിച്ച് തകർക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. നസ്രുള്ളയ്ക്കൊപ്പം 20ഓളം ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാക്കളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് ഇസ്രയേൽ സൈന്യം ലെബനനിലേക്ക് കടന്നുകയറി ശക്തമായ ആക്രമണമാണ് നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 27-ന് ഹിസ്ബുള്ളയെയും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിനായി ധാരണ ഉണ്ടാകുന്നതുവരെ ഈ ആക്രമണം തുടർന്നിരുന്നു. ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ വടക്കുഭാഗത്തേക്ക് പിന്മാറാനും തെക്കൻ ലെബനനിലെ സൈനിക താവളങ്ങൾ പൊളിക്കാനും തീരുമാനമായിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. കരാർ പാലിക്കുന്നതിൽ ഹിസ്ബുള്ള പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആരോപിച്ചിട്ടുണ്ട്. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. ഇതിന് മറുപടിയായി ജനുവരി അവസാനത്തോടെ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയില്ല എങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ളയുടെ നിലവിലെ നേതാവ് നെയിം ഖാസെമും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന വെടിനിർത്തൽ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ നടക്കുന്ന ഏറ്റുമുട്ടലുകളും ഓവർഫ്ലൈറ്റുകളും സംഘർഷം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.